മറ്റേ അഹങ്കാരം കയറിയിരിക്കാണല്ലോ. രാവിലെ ഷാറുഖ് ഖാൻ, റഹ്മാൻ സാർ അല്ല രാവിലെ ഷാറുഖ് ഖാൻ, ഉച്ചയ്ക്ക് ഇനിയിപ്പോ ആരാ അമിതാഭ് ബച്ചനോ എന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുന്നത്. അമ്മേന്റെ അടുത്ത് പറഞ്ഞ അമിതാഭ് ബച്ചൻ. ഓ മൈ ഗോഡ്. എന്താ ഇവിടെ സംഭവിച്ചേ? ഞാൻ ഷാറുഖ് ഖാനെ എടുത്ത് പൊന്തിച്ചു. റഹ്മാൻ സാറിനെ വിട്ടിട്ടുള്ള കളിയില്ല. ഉറക്കത്തിന്ന് വിളിച്ച് എടാ എഴുന്നേക്ക് നിന്നിപ്പോ ലാലേട്ടൻ വിളിക്കും. അപ്പൊ എനിക്ക് ഒന്നാമത് ഉറക്കത്തിന്ന് വിളിച്ച് എഴുന്നേപ്പിക്കുന്ന ദേഷ്യമുണ്ട്. ഏത് ലാലേട്ടൻ, ഏത് ലാല്? അപ്പൊ എടാ മോഹൻലാൽ. ഹർ സാസ് ഭീ ഖാലി ബിൻ തെരേ ബിൻ തെരേ ബിൻ തെരേ कोई ख्वाहिश है हवाओं में बिन तेरे. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഒരു മൾട്ടി ടാലന്റഡ് ആർട്ടിസ്റ്റ് ആണ്. ഒരുപാട് റിയാലിറ്റി ഷോസ് മുതൽ ഗ്ലോബൽ റെക്കഗ്നേഷൻ വരെ നേടിയ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രൗഡായിട്ടുള്ള പ്ലേ ബാക്ക് സിംഗർ വൈഷ്ണവ് ഗിരീഷാണ് നമുക്കിന്ന് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് ടോക്ക് ഫ്രെയിമിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? ഇപ്പൊ ഇവിടെ ഇപ്പം കൊടുങ്ങല്ലൂരാണല്ലോ. അപ്പം കേരളത്തില് കൊടുങ്ങല്ലൂരാണ് വീട്. കൊച്ചിയിൽ താമസമുണ്ട്. എന്താണ് വൈഷ്ണവിന്റെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. സ്റ്റേജ് ഷോസും കുറച്ച് മ്യൂസിക് പ്രൊഡക്ഷൻ വർക്ക്സും കമ്പോസിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നു. വൈഷ്ണവിനെ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊക്കെ ഓടി വരണം ആ കുട്ടി വൈഷ്ണവ്, മറ്റേ മുണ്ടൊക്കെ എടുത്ത് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ബബ്ലിയായിട്ട് വന്നിട്ട് ജഡ്ജസിനൊക്കെ ഞെട്ടിക്കുന്ന സോങ്സ് ഒക്കെ പാടിയിട്ടുള്ള. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഇന്ത്യൻ ഐഡൽ? ആ ഒരു ഫെയിം തന്നെ ഭയങ്കര ഒരു വേൾഡ് റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള ഒരു ഫെയിമാണ്. ആ ഒരു എക്സ്പീരിയൻസ് മാജിക്കലായിരുന്നു. ജീവിതം തന്നെ ഒന്ന് മാറ്റിമറിച്ച ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഒട്ടും എക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു കാര്യമല്ല. അപ്പോൾ കംപ്ലീറ്റ്ലി സർപ്രൈസ് ആയിട്ട് നടന്നൊരു കാര്യമായിരുന്നു. ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എനിക്ക് ഒന്നാമത് ലാംഗ്വേജ് എനിക്ക് അറിയില്ലായിരുന്നു, ഹിന്ദി ഒട്ടും അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് എങ്ങനെ സർവൈവ് ചെയ്യും, എങ്ങനെ മാനേജ് ചെയ്യുമെന്നും അറിയില്ല. മേ ബി ആ അറിവില്ലായ്മയായിരിക്കും വർക്കായത്. ഒന്നും അറിയാത്തതുകൊണ്ട് പിന്നെ ഒന്നും പേടിക്കാനില്ല. പക്ഷെ അത് ഭയങ്കര ഒരു എന്താ പറയാ സർപ്രൈസിങ് ആണ്. ഹിന്ദി അറിയാണ്ട് പോയിട്ട് അത്രയും പേരുടെ മുന്നിൽ പാടുക എന്ന് പറയുമ്പം. അപ്പൊ ആ ഡിക്ഷനൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു? ഇല്ല, അത് പഠിപ്പിച്ചു തരാൻ ആളുകൾ ഓബ്വിയസ്ലി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പഠിപ്പിച്ചു തരാനായിട്ട് ഞങ്ങൾക്ക് ഗ്രൂമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ എന്നാലും എനിക്കൊന്നും അറിയില്ലായിരുന്നു. പോകുമ്പോൾ അവർ സംസാരിക്കുന്നത് എന്താന്ന് പോലും മനസ്സിലാവില്ലായിരുന്നു. പ്രത്യേകിച്ച് നമ്മള് മലയാളികൾ ഹിന്ദി പറയുമ്പോൾ ഒരു ഡിഫറെന്റ് അതിന്റെ പ്രൊണൗൺസിയേഷൻ തന്നെ ഒരു വേറെ രീതിയിലാണ്. ആക്സെന്റ് ഡിഫറെന്റ്. അപ്പൊ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ഇല്ല, എനിക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഹിന്ദി പഠിച്ചത് അവരായിട്ട് സംസാരിച്ചിട്ടാണ്. അപ്പം എനിക്ക് ആക്സെന്റ് കുറവായിരുന്നു. കാരണം ഞാൻ ഇവിടുത്തെ ആളുകൾ സംസാരിക്കുന്ന ഹിന്ദി ഞാൻ അധികം കേൾക്കാത്തതുകൊണ്ട് അവിടെ ചെന്ന് അവർ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് പഠിച്ച് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അവരുടേതായ ഒരു ഹിന്ദി ആക്സെന്റ് നാച്ചുറലി വന്നു. അവരിൽ നിന്ന് പഠിച്ചുകൊണ്ട് കിട്ടിയൊരു. ഹിന്ദി സോങ്സ് പണ്ടേ ഇഷ്ടായിരുന്നോ? അത് കേൾക്കും. ജനറലി നമുക്കിപ്പോൾ ചാനൽസിലൊക്കെ വരുന്ന ട്രാക്കൊക്കെ കേൾക്കും. അല്ലാതെ ഹിന്ദി പെർട്ടിക്കുലർലി ഹിന്ദി അങ്ങനെ കൂടുതൽ ഇഷ്ടമൊന്നുമില്ല. കൂടുതലും കേട്ടിട്ടുള്ള മലയാളമൊക്കെ തന്നെ. എനിക്ക് തോന്നുന്നു കൂടുതലും ഹിന്ദി സിനിമകൾ കാണുമായിരിക്കും. അതായിരിക്കും ആ ഡിക്ഷനോടുള്ള അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിനോടുള്ള. നോർമലി ഒരു 2000s കിഡ്സ് കാണുന്ന അത്രയും ഹിന്ദിയൊക്കെ കാണുള്ളൂ. അത് ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രാ ഹിന്ദി അങ്ങനെ കാണലോ അങ്ങനെ ഒരു എക്സ്പോഷർ ഒന്നും ഇല്ലായിരുന്നു. മ്യൂസിക്കിലോട്ടുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു? ഫസ്റ്റ് എവിടുന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? കാരണം അമ്മ പാടുവോ അച്ഛൻ പാടുവോ? അമ്മയച്ഛനും പാടും, പക്ഷെ അങ്ങനെ ഭയങ്കര പ്രൊഫഷണലി സിംഗേഴ്സ് ഒന്നും അല്ല. രണ്ടാളും അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടും. എനിക്ക് ചേട്ടനുണ്ട്, മൂത്ത ചേട്ടനാണ്. അപ്പോൾ ചേട്ടനേക്കാൾ 12 വയസ്സ് മൂത്ത ചേട്ടനാണ്. അപ്പോൾ ചേട്ടച്ചൻ ഓൾമോസ്റ്റ്. അതെ. അപ്പോൾ ചേട്ടൻ നന്നായിട്ട് പാടും. ചേട്ടനപ്പോൾ ചെറിയ അപ്പം എനിക്ക് 3-4 വയസ്സൊക്കെ ഉള്ളപ്പോൾ ചേട്ടനൊരു 10ാം ക്ലാസ് ആ ഒരു ടൈമിലാണ്. അപ്പോൾ തന്നെ ചേട്ടൻ നന്നായിട്ട് ഈ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ട്രോഫീസ് ഇതൊക്കെ ആയിട്ട് വരുമല്ലോ. ട്രോഫിയും ഇതൊക്കെ ആയിട്ട് വരുമ്പോ പിന്നെ അന്നൊക്കെ ഈ ട്രോഫിയുടെ ഒപ്പം ഈ ചോക്ലേറ്റ് ഒക്കെ കൊടുക്കും സ്കൂളിൽ നിന്ന്. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ എല്ലാ ദിവസവും എന്തെങ്കിലൊക്കെ ട്രോഫിയും ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് വരും. അപ്പൊ ചെറിയ വയസ്സിൽ അതൊക്കെയാണല്ലോ നമുക്ക് വലിയ കാര്യം.
അപ്പൊ അങ്ങനെ ആ ചോക്ലേറ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കും. അപ്പൊ ഇങ്ങനെ ഇന്ന് ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോ കിട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അതെ, ഇങ്ങനെ പാടി പ്രൈസ് കിട്ടി കഴിഞ്ഞാൽ ഇത് കിട്ടും. ഓക്കെ, ഇങ്ങനെ പഠിച്ചു തുടങ്ങി. പിന്നെ ഏതോ ചെറുപ്പത്തിൽ ഏതോ ഒരു ഈ ചാനലിൽ ഏതോ ഒരു പാട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും പ്ലേ ആവുമ്പോ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, ഞാൻ ആ പാട്ട് കേട്ടിട്ട് ഒപ്പം. അതേത് പാട്ടായിരുന്നു? ചിലമ്പൊലിക്കാറ്റ്, CID മൂസേന. അതായിരുന്നു എന്റെ ചെറുപ്പത്തിലെ ഏറ്റവും ഫേവറേറ്റ് പാട്ട്. അതിങ്ങനെ വീണ്ടും വീണ്ടും കേട്ട് ഇങ്ങനെ അതിന്റെ ഒപ്പം കൂടെ പാടി അമ്മ ഇങ്ങനെ കാണാറുണ്ട്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ഒരു 4 വയസ്സൊക്കെ ആയപ്പോ നോർമലി അന്ന് മുതലേ ഉദിത് നാരായണന്റെ സൗണ്ട് എനിക്ക് തോന്നുന്നു ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. ഭയങ്കര ഇഷ്ടമുള്ള സിംഗറായിരുന്നു. പിന്നെ നേരിട്ട് കാണാനുള്ള ഒരു ചാൻസ് കൂടെ വന്നപ്പോ ഭയങ്കര ഒരു ഡബിൾ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ പോലെ. ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ എക്സ്പീരിയൻസസ്. വിചാരിക്കാത്ത ഒരുപാട് പേരെ കാണാൻ പറ്റുക എന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പൊ അങ്ങനെ തുടങ്ങി. അങ്ങനെ പിന്നെ ക്ലാസ് ജോയിൻ ചെയ്തു, കർണാട്ടിക് ജോയിൻ ചെയ്തു. പിന്നെ അങ്ങനെ പതുക്കെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 12 വയസ്സൊക്കെ ആയപ്പോഴാണ് സൂര്യ സിംഗർ. ഫസ്റ്റ് റിയാലിറ്റി ഷോ ഏതായിരുന്നു? സൂര്യ സിംഗർ ആയിരുന്നു. അതിൽ ഫസ്റ്റ് സീസണിൽ സെലക്ട് ആയില്ല, സെക്കൻഡ് സീസണിൽ സെലക്ട് ആയി, വിന്നറായി. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ ഇന്ത്യൻ ഐഡൽ. അപ്പം അതൊരു എത്ര വർഷം അല്ല, സെയിം ഇയർ ആയിരുന്നു. ഓൾമോസ്റ്റ് 2014 സൂര്യ സിംഗർ ആയിരിക്കും. 14-15 ആയിരിക്കും ഇത് രണ്ടും. ഏകദേശം അത്ര ടൈം ഡിഫറൻസ് ഇല്ലായിരുന്നു രണ്ടും തമ്മിൽ. അവിടുത്തെ ഗ്രൂമിങ്ങും ഇവിടുത്തെ ഈ എന്താ പറയാ ഈ റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ടുള്ള ഒരു നേരെ ജമ്പാണല്ലോ അങ്ങോട്ടുള്ള. അപ്പം ആ രണ്ട് ഗ്രൂമിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തായിരുന്നു? പക്ഷെ അന്ന് ചെറിയ കുട്ടിയായിട്ട് അതിനങ്ങനെ ഡിഫറൻസ് ഉണ്ട്, തീർച്ചയായിട്ടും വലിയ രീതിക്ക് ഡിഫറൻസ് ഉണ്ട്. സ്പെഷ്യലി ലാംഗ്വേജ് മാത്രമല്ല, അവർ ബേസിക്കലി നമ്മളെ കാണുന്നത് ഇപ്പൊ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഞാനപ്പോൾ ഇവിടുത്തെ ഒരു ഗ്രൂമിങ് സിസ്റ്റം ഞാൻ ആകെ ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് അത് വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നത് ശരിയല്ല. പക്ഷെ എന്നാലും അവിടുത്തെ ആളുകളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ വേറെ തന്നെയാണ്. അവര് നമ്മളെ കാണുന്നത് അവരുടെ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, ഇപ്പൊ ഇന്ത്യൻ ഐഡൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ അവർ നമ്മളെ കാണുന്ന ബ്രാൻഡിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ്. അപ്പോൾ ആ ഒരു ബ്രാൻഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ ഒരു സർട്ടൺ ലെവൽ ഓഫ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് അവർ ജനറലി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു നമ്മളെല്ലാ രീതിയിലും ഗ്രൂമിങ്, ആസ് എ സിംഗർ മാത്രമല്ല, ആസ് എൻ ആർട്ടിസ്റ്റ് പേഴ്സണാലിറ്റി ഗ്രൂമിങ് എല്ലാം ഉണ്ടാവും. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മേ ബി ചെറിയ ടൈമിൽ തന്നെ, ചെറിയ വയസ്സിൽ തന്നെ അത്രയും ഗ്രൂമിങ് കിട്ടിയത് ഭയങ്കര ഒരു എന്തായാലും ഗുണം ചെയ്തു. അതെ അതെ, പ്രത്യേകിച്ച് ഹിന്ദി സോങ്സ് എന്നൊക്കെ പറയുമ്പം ഓരോ വേർഡിലും ഇമോഷൻസ് നിറഞ്ഞിരിക്കണ അല്ലേ. അപ്പൊ അത് കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യാന്ന് പറയുന്നത് തന്നെ. പിന്നെ ഡിക്ഷൻ ആണെങ്കിലും ഉറുദു സാർ ഉണ്ടായിരുന്നു, ഡിക്ഷന് മാത്രമായിട്ട് ഒരു സാർ ഉണ്ടായിരുന്നു കറക്റ്റ് ചെയ്യാനായിട്ട്. അന്ന് ഞാനിങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയെടുക്കും. അപ്പൊ അതിന്റെ മീനിങ് അന്ന് നല്ല ചെറിയ കുട്ടിയാന്ന് പറഞ്ഞല്ലോ. പക്ഷെ അന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത മീനിങ് കിട്ടും. അപ്പൊ ഫീൽ എങ്ങനെയാ കൊടുത്തിരുന്നത്? കേക്ക് നമുക്ക് കുറെ കേട്ട് കഴിഞ്ഞ ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു ബേസിക് ആയിട്ട് എന്താ മീനിങ് എന്നൊക്കെ ഗ്രൂമേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചു. പാട്ട് പാടുന്ന പാട്ടുകളുടെ സിനിമകൾ കാണുമായിരുന്നോ? ഇല്ല, ഓൾമോസ്റ്റ് ഞാൻ നോർമൽ ആദ്യം കാണുന്ന ബോളിവുഡ് സിനിമ എനിക്ക് തോന്നുന്നു ഓം ശാന്തി ഓം ഒക്കെ ആയിരുന്നു. അതിനു മുമ്പൊന്നും എനിക്ക് അങ്ങനത്തെ അറിയില്ല. അതൊക്കെ ആദ്യം കണ്ട സിനിമ. മെലഡി ഓൾഡ് പാട്ടുകളൊക്കെ പാടുന്ന സമയത്ത് കേൾക്കും എല്ലാം. നമുക്ക് ഇവിടെ ഒരു ആവറേജ് ഒരു സിംഗറിന് അല്ലെങ്കിൽ ഒരു നോർമൽ ആൾക്കുള്ള ഹിന്ദി ലാംഗ്വേജ്, ഹിന്ദി മ്യൂസിക് എക്സ്പോഷർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കേൾക്കും, എന്ത് വന്നു കഴിഞ്ഞാലും കേൾക്കാന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത റിയാലിറ്റി ഷോ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ സരിഗമപ 2017 ആയിരിക്കും. അതിലും എന്താ പറയാ അജ്നബി ഒക്കെ അതിലാണോ തോന്നുന്നു പാടി? അജ്നബി ഇന്ത്യൻ ഐഡൽ. ഓക്കെ. അതിന് ബിൻതേരെ 200 മില്യൺ ഫേസ്ബുക്ക് വ്യൂസ്. അതൊന്ന് പാടുമ്പോ ഓർത്തിരുന്നു അത്രയും റീച്ചിലോട്ട് അത് പോകുന്നുള്ളത്? എനിക്കറിയില്ലായിരുന്നു. അതിന്റെയൊക്കെ സ്റ്റോറി എന്ന് പറഞ്ഞ എപ്പിക് സാധനങ്ങളാണ്. അത് ഈ പറയുന്ന പോലെ ഓഡിഷൻ ആയിരുന്നു. അപ്പൊ അവര് ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് ഇട്ടിട്ട് അവർ കുറച്ചുകൂടെ കണ്ടസ്റ്റൻസിനെ, കുറച്ചുകൂടെ ആളുകളെ രണ്ടാമത് എടുക്കാം എന്നുള്ള രണ്ടാമത് ഓഡിഷൻ നടത്തി. ഒരു ഷോയിലേക്ക് തന്നെ രണ്ടാമത് വേറൊരു ഗ്രൂപ്പായിട്ട്. അപ്പൊ അതിലായിരുന്നു ഞാൻ പോയത്.
അപ്പം അന്ന് ഓഡിഷൻ എനിക്ക് തൊട്ടു മുമ്പ് സ്റ്റേജിൽ പോയ കുട്ടിയുടെ പേര് അഞ്ജലി ഗായ്ക്വാഡ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് സ്റ്റേജിൽ. ആ കുട്ടി ആ റിയാലിറ്റി ഷോയിൽ അന്ന് ആ ടൈമിൽ പുള്ളിക്കാരി റഹ്മാൻ സാറിന് വേണ്ടി 2 പാട്ട് പാടിയിട്ടുണ്ട്. അത്രയും അടിപൊളി സിംഗറാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് എനിക്ക് മുമ്പ് പാടുന്നത്. അതും ഞാൻ ഇത് നോർമലി നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ഓഡിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ പോയാലല്ലോ ഒരു ഇംപ്രസീവായിട്ട് തോന്നുള്ളൂ. അപ്പം ഞാനിങ്ങനെ ബാക്ക് സൈഡിൽ നെക്സ്റ്റ് ഞാൻ പോകാനിരിക്കുകയാണ്, അടുത്ത അഞ്ജലി കയറി നെക്സ്റ്റ് ഞാനാ പോകേണ്ടത്. ഞാനിങ്ങനെ ബാക്ക് സ്റ്റേജ് ഒന്നാമത് എനിക്ക് ഈ പാട്ട് അങ്ങനെ വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം ഒരു നോർമൽ ബോളിവുഡ് മെലഡി ബ്രേക്കപ്പ് സോങ് പോലത്തെ ഒരു പാട്ടല്ല, അത് ഭയങ്കര സ്പെഷ്യൽ. എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ എന്നാലും ആസ് എ സിംഗർ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ നമ്മുടെ സിംഗിങ് ടാലന്റ് ഒന്നും കാണിക്കാനുള്ള ഒരു പാട്ടൊന്നും ആയിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ബാക്ക് സ്റ്റേജിൽ ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ അഞ്ജലി സ്റ്റേജിൽ പോയിട്ട് പാടാൻ ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പാട്ട് പാടി. അത് അടിപൊളിയായിട്ട് പാടി, അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പാടി. എല്ലാവരും സ്റ്റാൻഡിങ് ഓവേഷൻ, ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് പാടി. അപ്പൊ ഓക്കെ, നമ്മുടെ കാര്യം തീരുമാനമായി, വീട്ടിൽ പോവാം. അത്രേ ഉള്ളൂ. കാരണം അടുത്ത നമ്മൾ പോകുമ്പോ ഇത്രയും വലിയ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഇത് ഓക്കെ പൊക്കോ, അത്രയല്ലേ വരുള്ളൂ. ഭാഗ്യത്തിനപ്പം ലഞ്ച് ബ്രേക്ക് വിളിച്ചു. അപ്പൊ ഭാഗ്യം, കുറച്ചെങ്കിലും ആളുകൾ മറക്കും. ഒരു അരമണിക്കൂർ ടൈം ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ മറക്കും. അപ്പൊ എന്റെ അന്നത്തെ ഗ്രൂമർ ഉണ്ട് ഞങ്ങളുടെ നീരജ് സാർ എന്ന് പറഞ്ഞിട്ട്, പുള്ളി എൻ്റെ ഈ ദയനീയ അവസ്ഥ കൊണ്ട് എന്നെ വിളിച്ച് കൊണ്ടുപോയി. എന്നിട്ട് ഇങ്ങനെ മറ്റേ കുറച്ച് സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതായത് നീ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും, എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യുക, അങ്ങനെ തന്നെ ഒരു പരിപാടി. എന്നെ അതായത് സ്റ്റേജിൽ ലൈറ്റ്സ് ഒക്കെ ഇല്ലെങ്കിലും സോറി സ്റ്റേജിൽ ഈ എക്യുപ്മെന്റ്സ് ഇതൊക്കെ അവർ ഓൺ ചെയ്ത് തന്നെ ഇടും. ഫുൾ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് സെറ്റില്. അപ്പൊ എന്നെ കറക്റ്റ് ആ മറ്റേ സിംഗേഴ്സ് നിൽക്കേണ്ട ഒരു പൊസിഷൻ ഉണ്ട് ക്യാമറയ്ക്ക്, അവിടെ കൊണ്ട് നിർത്തിയിട്ട് നീ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇമാജിൻ ചെയ്യും ഇവരെല്ലാവരും നിനക്ക് വേണ്ടി ചിയർ ചെയ്യുന്നു, എല്ലാവരും സ്റ്റാൻഡിങ് ഓവേഷനൊക്കെ. ഞാനപ്പോ വിഷ്വലൈസ് ചെയ്തു. അപ്പൊ എനിക്ക് അറിയില്ലല്ലോ, അതായത് നമുക്ക് എല്ലാം നശിച്ചു, ഇനി ആകെ ഒരു ഓപ്ഷൻ ഇതേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ എന്നുള്ള രീതിക്ക് ചെയ്തു. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ കാണുന്നത് ഞാൻ കണ്ണടച്ച പാട്ട് പാടുമ്പോ നോർമലി കണ്ണടയ്ക്കും. അപ്പൊ എനിക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്നൊന്നും അറിയില്ല. കണ്ണടയ്ക്കുന്നത് അതിന് വേണ്ടിയാണോ അതോ നോർമലി കണ്ണടയ്ക്കുന്നത്? ആ ഒരു ഫീലിൽ അങ്ങനെ അടഞ്ഞു. എല്ലാ പാട്ടിനും അല്ല, പക്ഷെ മോസ്റ്റ്ലി അങ്ങനത്തെ മെലഡി ഒക്കെ പാടുമ്പോ ഒബ്വിയസ്ലി എന്റെ ഓട്ടോമാറ്റിക്കലി കണ്ണടയും. അപ്പൊ എനിക്ക് നടക്കുന്ന എന്താണെന്ന് അറിയില്ല. അപ്പൊ അതിന്റെ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ 100 സെക്കൻഡ്സ് ഉണ്ട് നമുക്ക്. 100 സെക്കൻഡ്സിനുള്ളിൽ ഗ്രാൻഡ് ജൂറി ഉണ്ട് 30 പേര്. അവരെല്ലാവരും ടിക്ക് യെസ് ഓർ നോ ആണ്, സെലക്ടഡ് ഓർ റിജക്റ്റഡ്. അപ്പോൾ എല്ലാവരും സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്രയോ % എന്തോ സെലക്റ്റഡ് ആവണം. അപ്പോൾ ഈ 100 സെക്കൻഡ്സിനുള്ളിൽ 50% കൂടുതൽ 15 പേരെങ്കിലും സെലക്ട് ചെയ്താലേ സെലക്റ്റഡ് ആവുള്ളൂ. അപ്പോൾ അത് 100 സെക്കൻഡ്സ് കഴിയുമ്പോൾ എന്തോ ഒരു സൗണ്ട് കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിഞ്ഞു പോയിക്കൊള്ളണം, അവിടെ എത്ര % കാണിക്കും, അല്ലെങ്കിൽ അവിടെ പാട്ട് നിർത്തിക്കൊള്ളണം. അല്ലെങ്കിൽ ഇപ്പൊ സൗണ്ട് കിട്ടു. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ എല്ലാവരെയും ടിക്ക് 100%. ഇങ്ങനെ ഓക്കെ അടിപൊളി. അപ്പൊ പിന്നെ പാടാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കണ്ടിന്യൂ അല്ല, കുറച്ചുകൂടെ പാടാം. അപ്പൊ പാടി തീർത്തു. എല്ലാവരും ഓടി വരുന്നു, നോക്കുന്നു. എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം. പ്രാങ്കാണോ ഇത്, എനിക്ക് അങ്ങനത്തെ ഇഷ്ടംപോലെ മൊമെന്റ്സ് ഉണ്ട്. നമുക്ക് തന്നെ അറിയില്ല എന്താ സംഭവം. അല്ല, ആ സമയത്ത് ഭയങ്കര ഒരു ഗോഡ് അല്ല, ഒരു ഭയങ്കര ഒരു ബ്ലെസ്ഡ് സംഭവം എന്ന് പറയുന്ന പോലെ ആ ഒരു കുറച്ച് സമയത്ത്. അതായത് ഇതിപ്പോ പറയുമ്പോ ആളുകൾ കേൾക്കുമ്പോ എങ്ങനെ വിചാരിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഈ എന്റെ ഗ്രൂമേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്ന ഒരു സ്പെസിഫിക് ഒരു മൊമെന്റ് ഉണ്ട്. അവരിങ്ങനെ ഒരു സ്പെസിഫിക് എക്സ്പീരിയൻസ് ചെയ്യും. എല്ലാ സിംഗേഴ്സും ഒരു ആർട്ടിസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ചില സമയങ്ങളിൽ നമ്മൾ പാടുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ആർട്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതി, അതിപ്പോൾ ഡാൻസർ ആവാം, പാട്ട് പാടുന്ന ആളാവാം, കമ്പോസ് ചെയ്യുന്ന ആവാം, പെയിൻറ്റർ ആവാം, ഏതൊരു ഫോം ഓഫ് ആർട്ടും നമ്മൾ പലപ്പോഴും ഫീൽ ചെയ്യും ഇത് നമ്മളല്ല ചെയ്യുന്നത്, നമ്മളുടെ ഉള്ളിൽ നിന്ന് എന്തോ എക്സ്പ്രസ് ചെയ്യുകയാണ്, വേറെന്തോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഫീല്. ഞാൻ സത്യമായിട്ടും പറയാം, ഞാൻ ആ ബിൻതെരെ എന്നുള്ള പാട്ട് അതിന് മുൻപ് അതിന് ശേഷം ഒരുപാട് തവണ, മേ ബി 1000 തവണയോ അത്രയൊക്കെ പാടിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അന്ന് പാടിയ പോലെ എനിക്ക് പാടാൻ പറ്റിയിട്ടില്ല. പിന്നീട് അതിന് മുമ്പും പാടാൻ പറ്റിയിട്ടില്ല എനിക്ക്. അതായത് അന്ന് പാടിയ കാര്യങ്ങളൊന്നും എനിക്ക് ക്ലിയർ മെമ്മറി ഇല്ല, ഞാൻ എന്താ പാടിയെന്ന്. എന്തോ ഒരു മാജിക് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു ക്രെഡിറ്റും ഇല്ല. സംഭവിച്ചു, അത്രേ ഉള്ളൂ. ഇത് പറയുമ്പോൾ ആളുകൾ എങ്ങനെ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ മാജിക് മറ്റേ ജൂജു എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ എനിക്കതിനകത്ത് ഞാൻ അന്ന് പാടിയ രീതിയോ അല്ലെങ്കിൽ പാടിയ
മൊമെന്റ് ഒരു പാടിയ പ്ലാൻസോ സംഗതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ പരിപാടി ഒന്നും ഞാൻ അന്ന് പ്ലാൻ ചെയ്തിട്ടില്ല, അതങ്ങ് വന്നുപോയി. എങ്ങനെയോ പക്ഷെ അത് ഒരു എന്താ പറയാ വല്ലാത്തൊരു മിറക്കിളും അല്ലെങ്കിൽ മാജിക് ഒക്കെ ആയിരുന്നു അല്ലെ. 200 million വ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നല്ലോ അത്രയും വ്യൂസ് കയറുന്ന ഒന്നും. ഇല്ല അത് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇത് തന്നെ വലിയ ഇതായിട്ടിരിക്കുക. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ടെലികാസ്റ്റ്. ഞാൻ ടെലികാസ്റ്റ് കണ്ടു, കിടന്നുറങ്ങി. രാവിലെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടും കസിനായിട്ടുള്ള ഗൂഗിൾ എന്ന് പറയുന്ന ചേട്ടനായിരുന്നു എൻ്റെ ഒപ്പം. അന്ന് എൻ്റെ പേരൻസിന് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ ചേട്ടൻ്റെ കല്യാണം ആ ടൈമിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഈ ഗൂഗിൾ എന്ന് പറയുന്ന ചേട്ടൻ എന്നെ വിളിച്ച് എന്നെ കുലുക്കി എഴുന്നേപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഉറങ്ങുകയാണ്. അപ്പോൾ എടാ എഴുന്നേക്ക്. അപ്പം എനിക്കൊന്നും അറിയില്ല. പിറ്റേന്ന് രാത്രി ടെലികാസ്റ്റ് കണ്ടു, കിടന്നുറങ്ങി. അന്ന് തന്നെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വീഡിയോ ആരോ പോസ്റ്റ് ചെയ്തു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ലേറ്റായി, അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ വൈകി. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുക, ഓക്കെ എന്താ സംഭവം. ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എടാ എഴുന്നേക്ക് നിന്നെ ഇപ്പം ലാലേട്ടൻ വിളിക്കും. അപ്പം എനിക്ക് ഒന്നാമത് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദേഷ്യമുണ്ട്. ഏത് ലാല് അപ്പൊ എടാ മോഹൻലാൽ ഞാനിങ്ങനെ രാവിലെ എഴുന്നേൽപ്പിച്ചിട്ട് ഒരുമാതിരി മനുഷ്യനെ കളിയാക്കരുത്, ഞാൻ വീണ്ടും കിടന്നുറങ്ങി. അല്ല സത്യമായിട്ടും പറ, അതേ നിന്റെ വീഡിയോ ഭയങ്കര വൈറലായി എന്ന് പറഞ്ഞു. അന്ന് നോക്കുമ്പോ 36 million എന്തോ അന്നത്തെ ഒരു ദിവസം കൊണ്ടായി. അതായത് ഒരു രാത്രി കൊണ്ട് തന്നെ അത്ര. എനിക്കും അറിയില്ല എന്താ സംഭവം ഒന്നും. അപ്പൊ അപ്പോഴാണ് നമ്മുടെ കൃഷ്ണകുമാർ സാറല്ലേ, അഹാന ചേച്ചിയുടെ അച്ഛൻ കൃഷ്ണകുമാർ സാറ് വിളിച്ചു. അങ്ങനെ ആദ്യമായിട്ട് എന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആദ്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ വിളിക്കുന്ന ആള് കൃഷ്ണകുമാർ സാറ് വിളിച്ച് ഇങ്ങനെ ഒരുപാട് സന്തോഷം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വിളിച്ചു. അയ്യോ അങ്ങനെ അല്ല നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കുറെ മൊമെന്റ്സ്. ഒരു ഐഡിയ ഇല്ലല്ലോ നമുക്ക്, എന്താ പറയാൻ. ഇത് കണ്ടിട്ട് ബാക്കി റിലേറ്റീവ്സ് ഒക്കെ എന്താ പറഞ്ഞത്? പിന്നെ 200 എങ്ങനെ അപ്പൊ തന്നെ ആയോ അതോ വിത്തിൻ ഒരു 1 വീക്കിനുള്ളിൽ എല്ലാം. അപ്പൊ കാണാൻ ഞാനും ബാക്കിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഓൾമോസ്റ്റ് ഈ പറയുന്ന പോലെ. അതായത് 200 million ആയത് ഈ ഒരു 1 വീക്കിനുള്ളിലായിരിക്കും. 1 വീക്കിനുള്ളിൽ തന്നെ എനിക്ക് 200 എന്തോ ഫോളോവേഴ്സേ അന്ന്. ഫേസ്ബുക്ക് ആണല്ലോ അന്ന്, ഇൻസ്റ്റാഗ്രാം അന്ന്. 2 ദിവസം 3 ദിവസം കൊണ്ട് എനിക്ക് 1.6 million ഫോളോവേഴ്സ് ഒക്കെ ആയി. ഒരു ഐഡിയ ഇല്ല ഇത് ഫേക്ക് ആണോ എന്താ സംഭവിക്കുന്നത് ഒന്നും അറിയില്ല. എല്ലാം നടക്കുന്നുണ്ട്, ആ നോക്കട്ടെ അങ്ങോട്ടായിരുന്നു. പക്ഷെ ആ ഒരു പാട്ട് ഭയങ്കര ഒരു പിന്നെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരുന്നു ബൈ ഓൾ മീൻസ്. 2 ലൈൻസിന്റെ പാട്ട് പാടുമ്പോ നേരത്തെ പറഞ്ഞ് പെർമിഷൻ എടുത്തിട്ടുണ്ട്, വോയിസ് സ്ട്രെയിൻ ആണ് എന്നൊക്കെയുള്ളത്, കോൾഡ് ആണ്. പക്ഷെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോ ഇനി ആരെങ്കിലും കേൾക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത്ര സുഖം ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഹേ ക്യാ ഹേ ജോ തേരെ മേരെ ദർമിയാൻ ഹൈ അൻदेखी अनसुनी कोई दास्ता है लगने लगी अब जिंदगी खाली है मेरी लगने लगी हर सांस भी खाली बिन तेरे बिन तेरे बिन तेरे कोई ख्वाहिश है हवाओं में बिन तेरे बिन तेरे बिन तेरे बिन तेरे कोई ख्वाहिश है हवाओं में बिन तेरे. അതെ അതെ, ഞാനത് കേൾക്കുമ്പോ ആ വരണത് എല്ലാവരും ഓടി വരണതും എടുത്ത് പൊക്കണതൊക്കെയാണ് എന്റെ വിഷ്വൽസിൽ.